وإذ أخذنا ميثاق بني إسرائيل لا تعبدون إلا الله وبالوالدين إحسانا وذي القربى واليتامى والمساكين وقولوا للناس حسنا وأقيموا الصلاة وآتوا الزكاة ثم توليتم إلا قليلا منكم وأنتم معرضون. السلام عليكم ورحمة الله وبركاته. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 83-ാമത്തെ ആയത്തിന്റെ ആദ്യത്തെ ക്ലാസ്സിൽ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ, ഈ ആയത്തിന്റെ വാക്കാർത്ഥങ്ങളും അർത്ഥവും ഒക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ ജനതയിൽ നിന്ന് വാങ്ങിയ ഏതാനും ഗൗരവം അറിയിക്കുന്ന കരാറുകളെ കുറിച്ചാണ് ഈ ആയത്ത് വ്യക്തമാക്കുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് ഈ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായി പറഞ്ഞ കാര്യമാണ് ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത്? ഇസ്രായേൽ സന്തതികളുടെ ഉറപ്പ് നാം വാങ്ങിയ സന്ദർഭം. ഇവിടെ അള്ളാഹു അവരിൽ നിന്നും വാങ്ങിയ കരാറുകൾ എന്തൊക്കെയായിരുന്നു എന്നാണ് തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത്. ഇവിടെ സൂചിപ്പിച്ച പോലെ അള്ളാഹു ഒന്നാമതായി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കാൻ പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമായി കൊണ്ട് അള്ളാഹു അവരിൽ നിന്ന് കരാറ് വാങ്ങുകയാണ്. ലാ തഅബുദൂന ഇല്ലല്ലാഹ്, അള്ളാഹുവെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്ന കരാറാണ് ഒന്നാമതായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ ജനതയിൽ നിന്നും വാങ്ങുന്നത്. എല്ലാറ്റിലും വെച്ച് മുഖ്യമായ, അള്ളാഹുവിനെ അല്ലാതെ വേറെ ആരെയും ആരാധിച്ചുകൂടാ എന്ന വളരെ സുപ്രധാനമായ ഒരു കരാറ് ഇവിടെ ഇബ്നു കസീർ റഹിമഹുള്ളയെ പോലെയുള്ള തഫ്സീർ പണ്ഡിതന്മാർ വിശദീകരിച്ചു തരികയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ ജനതയിൽ നിന്നും വാങ്ങിയ ഈ കരാറുകൾ, ഈ ആയത്തിലൂടെ പറയുന്ന മുഴുവൻ കരാറുകളും അവർ അറിഞ്ഞുകൊണ്ടും ബോധപൂർവവും ഈ കരാറുകളൊക്കെ അവഗണിക്കുകയാണ് ഈ ഇസ്രായേൽ ജനത ചെയ്തത്. ഈ കരാറുകളിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന പരമപ്രധാനമായ, എല്ലാ പ്രവാചകന്മാരും മുഖ്യമായി പഠിപ്പിച്ച ഒരു വിഷയം. സൂറത്തുൽ അംബിയായിലെ 25-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നുണ്ട്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഞാനല്ലാതെ യാതൊരു ദൈവവുമില്ല, അതിനാൽ എന്നെ നിങ്ങൾ ആരാധിക്കൂ എന്ന് ബോധനം നൽകിക്കൊണ്ടല്ലാതെ, ഈ ഒരു വഹി നൽകിക്കൊണ്ടല്ലാതെ നിനക്ക് മുമ്പ് ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ഒരൊറ്റ ആയത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഗൗരവമേറിയ ഒരു അടിസ്ഥാന തത്വമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മർമ്മപ്രധാനമായ തൗഹീദ് വിശദീകരിച്ചു കൊടുക്കാനാണ്, ജനങ്ങളെ ഏകദൈവ ആരാധനയിലൂടെ സംസ്കരിച്ചെടുക്കുവാനാണ് ലോകത്തിലേക്ക് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാർക്കും ഈ വിഷയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയത്തിൽ വഹി നൽകിക്കൊണ്ടാണ് ഈ ലോകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത്. അള്ളാഹു അല്ലാത്തവരെ ആരാധ്യ വസ്തുക്കളായി സ്വീകരിക്കുന്നത് അത് മഹാപാപമാണ്, കുറ്റകരമായ കാര്യമാണ്, ഏറ്റവും വലിയ അക്രമമാണ് എന്ന് ഈ പ്രവാചകന്മാരെല്ലാം അവരുടെ സമൂഹത്തിന് താക്കീത് നൽകിയിട്ടുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമയും അതുപോലെ തന്നെ ഇസ്രായേൽ ജനതയിലേക്ക് അദ്ദേഹത്തിന് ശേഷം നിയോഗിതരായ മുഴുവൻ പ്രവാചകന്മാരും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിസ്ഥാന വിഷയം അത് ഗൗരവപൂർവം അവരുടെ ആ സമുദായത്തോട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ്
ഇസ്രായേൽ ജനതയിലേക്ക് അവസാനമായി വന്ന രണ്ട് പ്രവാചകന്മാരാണ് യഹ്യാ നബി അലൈഹി ഇസ്ലാമിയും അതുപോലെ തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിയും. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അള്ളാഹുവിന്റെ കൽപ്പനയുമായി ബന്ധപ്പെട്ട ഇസ്രായേൽ ജനതയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വാങ്ങിയ ഒരു കരാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിന്റെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഹദീസുണ്ട്. ഇമാം തിർമിദിയും ഇമാം തബറാനിയും ഇമാം അഹ്മദും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹാരിസുൽ അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസ്. ഈ ഹദീസിലൂടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല സക്കരിയ നബി അലൈഹി ഇസ്ലാമിയുടെ മകനായ യഹ്യാ നബി അലൈഹി ഇസ്ലാമിയോട് 5 വചനങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുവാനും ആ 5 വചനങ്ങൾ ഇസ്രായേൽ ജനതയോട് പ്രാവർത്തികമാക്കുവാൻ ആജ്ഞാപിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു എന്നാണ്. എന്നാൽ ഈ വിഷയം കൽപ്പിക്കുന്ന വിഷയത്തിൽ യഹ്യാ നബി അലൈഹി ഇസ്ലാം അല്പം സാവകാശം വരുത്തി. അപ്പോ യഹ്യാ നബി അലൈഹി ഇസ്ലാമിയോട് ഈസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, തീർച്ചയായും താങ്കൾ 5 വചനങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുവാനും ഇസ്രായേൽ ജനത അത് പ്രാവർത്തികമാക്കുവാൻ അവരോട് ആജ്ഞാപിക്കുവാനും കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഒന്നുകിൽ താങ്കൾ ഈ കാര്യങ്ങൾ അവർക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ഞാൻ അവ എത്തിക്കുമെന്ന് ഈസാ നബി അലൈഹി ഇസ്ലാം യഹ്യാ നബി അലൈഹി ഇസ്ലാമിയോട് പറയുകയാണ്. അപ്പോ യഹ്യാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, എന്റെ സഹോദര, താങ്കൾ എന്നെ മുൻകടന്ന് അത് ചെയ്താൽ ഞാൻ ശിക്ഷിക്കപ്പെടുമോ എന്ന്, ഭൂമിയിൽ ആഴ്ത്തപ്പെടുമോ എന്ന് ഞാൻ ഭയക്കുന്നുണ്ട് എന്ന് യഹ്യാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് യഹ്യാ നബി അലൈഹി ഇസ്ലാം ഇസ്രായേൽ ജനതയെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരുമിച്ച് കൂട്ടി എന്നാണ്. ആ സമയം ആ പള്ളി നിറഞ്ഞു കവിഞ്ഞു എന്നാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നത്. എത്രത്തോളം എന്നാൽ ആളുകൾ മട്ടുപ്പാവിൽ വരെ ഇരുത്തപ്പെട്ടു എന്നാണ്. എന്നിട്ട് യഹ്യാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനെ സ്തുതിച്ച ശേഷം പറഞ്ഞു കൊടുക്കുകയാണ്, ആ ജനതയോട് പറയുകയാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല അമറനി ബിഖംസി കലിമാത്തിൻ അൻ അഅമല ബിഹിന്ന വഅഅമറുക്കും വഅഅമുറക്കും അൻ തഅമലു ബിഹിന്ന. തീർച്ചയായും അല്ലാഹു 5 വചനങ്ങൾ കൊണ്ട് ഞാൻ പ്രവർത്തിക്കുവാനും നിങ്ങളോട് അവ പ്രാവർത്തികമാക്കുവാൻ ആജ്ഞാപിക്കുവാനും എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് യഹ്യാ നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അവ്വലുഹുന്ന അൻ തഅബുദുല്ലാഹ ലാ തുശ്രികു ബിഹി ശൈആ. അതിൽ ഒന്നാമത്തേത് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനിൽ യാതൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത് എന്നാണ് യഹ്യാ നബി അലൈഹി ഇസ്ലാം ആ ഇസ്രായേൽ ജനതയോട് പറയുന്നത്. ഇതാണ് സഹോദരങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സ്ഥാനം. പ്രവാചകന്മാർ ഒന്നാമതായി പഠിപ്പിച്ച, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് കൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യത്തെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 83-ാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ ഒന്നാമതായി പറഞ്ഞത് ഇസ്രായേൽ സന്തതികളുടെ ഉറപ്പ് നാം വാങ്ങിയ സന്ദർഭം. അതായത് ലാ തഅബുദൂന ഇല്ലല്ലാഹ്, അല്ലാഹുവെ അല്ലാതെ നിങ്ങൾ മറ്റാരെയും ആരാധിക്കരുത് എന്ന്. ഈ കാര്യമാണ് ഇസ്രായേൽ ജനതയിലേക്ക് വന്ന മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു കാര്യം ഇസ്രായേൽ ജനതയോട് പറഞ്ഞതിന്റെ പേരിലാണ് മഹാന്മാരായ മഹത്തുക്കളായ ഒട്ടനവധി പ്രവാചകന്മാർ അവരുടെ നാട്ടിൽ വധിക്കപ്പെട്ടത്. ഈ കാര്യമാണ് ഒന്നാമതായി വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 83-ാമത്തെ ആയത്തിലൂടെ അവരെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി സഹോദരങ്ങളെ, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.